15 ലക്ഷത്തിന്റെ മയക്കുമരുന്ന് പിടിച്ചു. കവറത്തി ഐലൻഡിനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരുന്ന ഒരു ബോട്ടിൽ നിന്ന് കസ്റ്റംസ് ഓഫീസർ രാജശേഖരന്റെ നേതൃത്വത്തിലുള്ള സംഘം 15 ലക്ഷം രൂപയോളം വില വരുന്ന ഹെറോയിൻ തുടങ്ങിയ മയക്കുമരുന്നുകൾ പിടികൂടി. കള്ളക്കടത്ത് സംഘത്തിലെ 3 പേരെ അറസ്റ്റ് ചെയ്തു. 2 പേർ കടലിൽ ചാടി രക്ഷപ്പെട്ടു. കഷ്ടം, ഈ കസ്റ്റംസുകാരെ കൊണ്ട് തോറ്റു. കള്ളക്കടത്തുകാർക്ക് ജീവിക്കാൻ വയ്യാന്നുള്ള ഒരു സ്റ്റേജായി. മയക്കുമരുന്ന് കള്ളക്കടത്ത് രാജാവ് അനന്തൻ നമ്പ്യാർ ജയിൽ ചാടി. മദ്രാശി ആസ്ഥാനമാക്കി കള്ളക്കടത്തും കൊലപാതകങ്ങളും നടത്തി കുപ്രസിദ്ധി ആർജിച്ച അനന്തൻ നമ്പ്യാർ ഇന്നലെ വെളുപ്പിന് സെൻട്രൽ ജയിൽ ചാടി കടന്നു കളഞ്ഞു. തമിഴ്നാട്ടിലും അയൽ സംസ്ഥാനങ്ങളിലും അനന്തൻ നമ്പ്യാരെ വീഴ്ത്താനുള്ള വല വീശിക്കഴിഞ്ഞുവെന്ന് പോലീസ് കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. അനന്തോ, അനന്തൻ നമ്പ്യാരെ, എന്നെ തല്ലല്ലേ, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് നോക്കി, ഇത് ഞാനാ, പ്രഭാകരൻ നമ്പി. ഞാനങ്ങ് ഭയന്നു പോയില്ലോടോ. ഇങ്ങനെ ഭയന്ന് അതാ അകത്തായത്. കള്ളക്കടത്തും കൊലപാതകമൊക്കെ ചെയ്യുന്നവനെ ഇങ്ങനെ പേടിത്തൊണ്ടനാവരുത്. താനിക്കത് പറയാം. ഞാൻ അനുഭവിച്ചതിന്റെ 100-1 താൻ അനുഭവിച്ചിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ഹാർട്ട് അറ്റാക്ക് വന്ന് എത്തേനെ. 2 മലയാളി സേടികളാ മദ്രാസി കള്ളക്കടത്ത് രാജാവായിരുന്ന എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയത്. അവന്മാരെ തട്ടാൻ ഞാൻ പഠിച്ച പണി 18 നോക്കി. പക്ഷെ ആ ഭയങ്കരന്മാരുടെ അടുത്ത് എന്റെ അടവൊന്നും ഫലിച്ചില്ല. പിന്നെ എന്തൊക്കെയുണ്ട് പ്രഭാര വിശേഷങ്ങള്? തന്റെ മുഖത്തെന്താ ഒരു തെളിച്ചമില്ലാതെ? കള്ളക്കടത്തും കൊലപാതകമൊക്കെ എങ്ങനെയുണ്ട്? അങ്ങനെ നടന്നു പോകുന്നു. എന്നാലും ഞാൻ ജയിലില്ല എന്നറിഞ്ഞിട്ട് തനിക്കൊന്നും കാണാൻ തോന്നിയില്ലല്ലോ. അതിന് ആ സമയത്തെല്ലാം ഞാൻ ഇടുക്കിയിലായിരുന്നു. അവിടെ കഞ്ചാവ് തോട്ടത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാ താൻ അകത്തായ വിവരം ഞാൻ അറിയുന്നത്. പിന്നെ സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. എന്റെ ലേറ്റസ്റ്റ് ഫോട്ടോ സഹിതം വാർത്ത പത്രത്തിൽ വന്നിട്ടുണ്ട്. നോക്ക്. ഓ മൈ ഗോഡ്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. പുറത്തിറങ്ങാൻ പറ്റില്ല അനന്ത. എന്നെ പറ്റി പോലീസിന് ഇന്നുവരെ യാതൊരു സംശയവുമില്ല. അനാഥ മന്ദിരം, കുഷ്ഠരോഗ നിവാരണം എന്നൊക്കെ പറഞ്ഞ് വളരെ മാന്യമായ രീതിയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. താനുമായി ബന്ധമുണ്ടെന്നോ മറ്റോ പോലീസുകാർ അറിഞ്ഞാൽ എന്റെ ഭാവി അതോടെ അവതാളത്തിലാവും. അപ്പോ അനന്തൻ ഇവിടുന്ന് പോണം. പ്രഭാകര, പതുക്കെ. എന്റെ ഭാര്യയെ ഞാൻ ഈ പത്രം കാണിച്ചിട്ടില്ല. എന്റെ രഹസ്യങ്ങളൊന്നും അവർക്ക് പോലും അറിയില്ല. എന്നെ ആപ്പിലാക്കാതെ അനന്തൻ എത്രയും പെട്ടെന്ന് സ്ഥലം വിടണം. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? 7 വർഷങ്ങൾക്ക് മുമ്പ് വിജയവാഡ